എന്തുകൊണ്ട് ഗുണ കേവിൽ വീണ ഒരു ചെറുപ്പക്കാരന്റെ കഥ സിനിമയെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചോര കിനിയുന്നൊരു സൗഹൃദത്തിന്റെ കഥ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അന്ന് ആ കേവിൽ അകപ്പെട്ടു പോയ സുഭാഷിന്റെ അമ്മ എനിക്കൊപ്പം ചേരുന്നു. അമ്മ സന്തോഷം. അമ്മയുടെ പേര് രത്നമ്മ. അപ്പൊ അമ്മ ശരിക്കും ഈ മഞ്ഞുമലുകാരിയാണോ അതോ? എന്റെ വീട് സ്വന്തം വീട് കിഴക്കമ്പലം. ആ, നിങ്ങൾ ഇവിടേക്ക് വന്നതാണോ ശരിക്കും? കല്യാണം കഴിച്ചു വന്നതാ. ഓക്കെ. എത്ര മക്കളാ അമ്മയ്ക്ക്? 2 ആൺമക്കള്. ഈ സുഭാഷ് അവിടെ കേവിനകത്തൊക്കെ പെട്ടെന്ന് അമ്മ എന്നാ അറിഞ്ഞ്? 1 മാസം കഴിഞ്ഞു. അടി കൊടുത്തോ? അടി കൊടുത്തില്ല, കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, 1 മാസം കഴിഞ്ഞ അമ്മ അറിഞ്ഞ്. അപ്പൊ അമ്മയുടെ ആദ്യം ആരാ ഈ സംഭവം പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത്? സുഭാഷ് പറഞ്ഞില്ലല്ലോ. പള്ളിയിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. സുഭാഷ് പറഞ്ഞോ? ഇല്ല. അപ്പൊ സുഭാഷ് അവിടെ കിടന്ന് പതുപോലെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ഉറക്കപ്രിയനാന്ന് എനിക്ക് മനസ്സിലായി. ഇന്നാ മനസ്സിലായി. അമ്മ ഇന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നേനെ എന്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറഞ്ഞു. ഇതിന്റെ ഇതും കൊണ്ട് എപ്പോഴും തിരക്കല്ലേ. ഇപ്പൊ നല്ല തിരക്കാ അല്ലേ? ഒത്തിരി നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അമ്മ ഇപ്പൊ BBC ഒക്കെ അന്വേഷിച്ചെന്നാ പറഞ്ഞു. ഒന്നും പറയണ്ട അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് വലിയ അഭിമാനമാണ് ഈ മകനെ കുറിച്ച്, തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പൊ അമ്മ എന്നാലും ആ സംഭവം ഒരു അമ്മയെന്നുള്ള നിലയിൽ നീറ്റിക്കുന്ന മനസ്സ് നീറിപ്പോവും അല്ലേ? കാരണം ആലോചിച്ചു കഴിഞ്ഞാൽ വട്ടായി പോവും. അപ്പൊ അമ്മ ഇത് ആദ്യം അറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് ആ സംഭവം അറിഞ്ഞല്ലോ. അറിഞ്ഞപ്പോ അമ്മ എന്തോ ചിന്തിച്ചു? ഒരു അമ്മ എന്നുള്ള നിലയിൽ അമ്മ എന്തോ ആലോചിച്ചത്? സിജു ഡേവിഡിനെ കുറിച്ച് അമ്മ എന്തായാലും ആലോചിച്ച് കാണും, അത് പോട്ടെ. അതല്ലാതെ അമ്മ എന്താ ആലോചിച്ചത്? ഞാൻ എന്റെ മകനെ ജീവൻ കിട്ടിയില്ലോ എന്നുള്ളൊരു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ സിജുവിനെ എപ്പോഴാ കണ്ടത്? സിജു എന്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല, അടുത്തൊന്നും വന്നിട്ടില്ല. അടുത്ത ദിവസം ഒന്നും സിജു അകന്നകന്ന് നിൽക്കുകയായിരുന്നു. എന്തായിരുന്നു? പേടിച്ചിട്ട് ഇതൊരെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? എന്നിട്ട് അമ്മ കണ്ടപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അമ്മ കെട്ടിപ്പിടിച്ചായിട്ട് കരഞ്ഞോ? എന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു മകനും അവരുടെ കൂട്ടുകാരും എല്ലാം. ഓക്കെ അമ്മ, നമ്മള് ഇനിയും മഞ്ഞുമ്മലോട്ട് നമ്മൾ വരും. ഇനി മഞ്ഞുമ്മലൊന്നും ആർക്കും വരാതിരിക്കാൻ പറ്റത്തില്ല. മഞ്ഞ മസാല ഒക്കെ എല്ലാവരും ഇപ്പൊ അറിഞ്ഞു. ഓക്കെ അമ്മ.